കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. പുൽവാമ, ഷോപ്പിയാൻ, അനന്ത്നാഗ്, ബിജ്ബെഹര ഉൾപ്പെടെ 24 മണ്ഡലങ്ങളിലാണ് വിധിയെഴുത്ത്. ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കർശന സുരക്ഷയിലാണ് പോളിംഗ് നടക്കുന്നത്. അരവിന്ദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജമ്മു കശ്മീരിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു, തൗഫീഖുമായൊക്കെ സംസാരിച്ചിരുന്നു നമ്മൾ. എന്തായാലും ഇന്നിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. 24 മണ്ഡലങ്ങൾ വിധിയെഴുതുന്നു. ആദ്യഘട്ടം പിന്നിടുമ്പോൾ, ആദ്യത്തെ 1 മണിക്കൂർ പിന്നിടുമ്പോൾ സമാധാനപരമായി തന്നെയാണോ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്? ജിൽസി, ഇപ്പോൾ ആദ്യഘട്ട പോളിംഗ് പുരോഗമിക്കുകയാണ്. തീർത്തും സമാധാനപരമായിട്ടാണ് ആദ്യ 1 മണിക്കൂർ ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്. 24 മണ്ഡലങ്ങളിലാണ് ജമ്മു കാശ്മീരിൽ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. 16 സീറ്റുകൾ ജമ്മുവിലും അതുപോലെ തന്നെ 8 സീറ്റുകൾ കശ്മീരിലുമാണ് ഇത്തവണ ജനവിധി തേടുന്നത്. വലിയ നീണ്ട നിരകൾ തന്നെ പല പോളിംഗ് സ്റ്റേഷനുകളടക്കം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമായും കുൽഗാം, പുൽവാമ, ഷോപ്പിയാൻ, അനന്ത്നാഗ് എന്നിവിടങ്ങളിലാണ് വാശിയേറിയ പോരാട്ടം നടക്കുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് തുടരുകയാണ്. വലിയ രീതിയിലുള്ള ജനത്തിരക്ക് പല പോളിംഗ് സ്റ്റേഷനുകളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് കശ്മീരിലെ വിവിധ ഇടങ്ങളിൽ നടത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ച വിവിധ ഇടങ്ങളിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും വോട്ടെടുപ്പ് അടക്കം നടക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും നടത്തിയിരിക്കുകയാണ്. 6 മണിവരെയാണ് വോട്ടെടുപ്പിന് സമയം അനുവദിച്ചിരിക്കുന്നത്. 24 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. നിരവധി പ്രമുഖരടക്കം ഇത്തവണ മത്സരരംഗത്തുണ്ട്. CPM നേതാവ് തരിഗമി, അതുപോലെ തന്നെ മെഹബൂബ മുഫ്തിയുടെ മകളടക്കമുള്ളവർ ഇത്തവണ ജനവിധി തേടുകയാണ്. എന്തായാലും കശ്മീരിന് വേണ്ടി വോട്ട് ചെയ്യുമെന്നടക്കമുള്ള പ്രഖ്യാപനം തന്നെയാണ് ആ പാർട്ടികൾ ഒന്നടങ്കം ഇപ്പോൾ പറയുന്നത്. എന്തായാലും പ്രധാനമന്ത്രി എല്ലാവരോടും വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ ഉത്സവത്തെ ശക്തിപ്പെടുത്തൂ എന്നാണ് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചിരിക്കുന്നത്. എന്തായാലും ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് തുടരുകയാണ്. ചിൽസി. ശരി അരവിന്ദ്, എന്തായാലും 10 വർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരുക്കങ്ങളോടെയാണ് കശ്മീർ ഇന്നിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ആദ്യ 1 മണിക്കൂർ പിന്നിടുമ്പോൾ വളരെ സമാധാനപരമായി തന്നെ പോളിംഗ് പുരോഗമിക്കുന്നു. 24 മണ്ഡലങ്ങളിലേക്കെന്നുള്ള വിവരങ്ങളാണ് അരവിന്ദ് നൽകുന്നത്.